Hi guys. ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് ഓഫാണ്. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ളൊരു സ്ഥലം, ഏത് സ്ഥലമാണ്? പോർട്ട്ചെസ്റ്റർ കാസിൽ എന്നും പറഞ്ഞൊരു കാസിൽ അവിടെ അടുത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടം വരെ ഒന്ന് കാണാൻ പോകുന്നിരുന്നു. ഇപ്പോഴത്തെ രാവിലെ രണ്ട് കൊമ്പൊക്കെ കെട്ടി ആള് രാവിലെ തന്നെ റെഡി ആയിട്ടിരിക്കുക. കുഞ്ഞു നമുക്ക് പോവാം. എങ്ങോട്ടാ പോണേ? എങ്ങോട്ടാ? അപ്പോൾ ശരി ഗൈസ്, നമുക്ക് പോവാം. നമ്മളിന്ന് പോകുന്ന ഈ പോർട്ട്ചെസ്റ്റർ കാസിൽ ഏകദേശം 700 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ളതാട്ടോ. പോർട്സ്മൗത്ത് ഹാർബറിൻ്റെ വടക്കേ അറ്റത്തായുള്ള കമാൻഡിംഗ് പൊസിഷനിലാണ് ഈ കാസിൽ സ്ഥിതി ചെയ്യുന്നത്. റോമാക്കാരാണ് ഇവിടെ ഈ വലിയ കോട്ട നിർമ്മിച്ചത്. ഈ കോട്ട ആൽപ്സിനു വടക്ക് ഏറ്റവും മികച്ച സംരക്ഷിത റോമൻ കോട്ടയായി ഇപ്പോഴും തുടരുന്നു. നോർമൻ അധിനിവേശത്തിന് ശേഷം കോട്ടയുടെ ഒരു മൂലയിൽ ഒരു കാസിൽ പണിതു. അതൊരു രാജകീയ വസതിയായി പിന്നീട് വളർന്നു. 1665 മുതൽ ഈ പോർട്ട്ചെസ്റ്റർ വിദേശ യുദ്ധ തടവുകാരെ പാർപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു. പ്രത്യേകിച്ചും 1793-നും 1815-നും ഇടയിൽ ഫ്രാൻസുമായുള്ള യുദ്ധങ്ങളിൽ. ഇപ്പോൾ ഈ കാസിലും കോട്ടയും ഇംഗ്ലീഷ് ഹെറിറ്റേജിൻ്റെ കീഴിലാണ്. ഇംഗ്ലീഷ് ഹെറിറ്റേജ് എന്നാൽ ഇംഗ്ലണ്ടിലുള്ള ഏകദേശം 400-ലധികം ചരിത്രപരമായ കെട്ടിടങ്ങളും സ്മാരകങ്ങളും സൈറ്റുകളും ലോകപ്രശസ്തമായ ചരിത്രാതീത സ്ഥലങ്ങൾ, കോട്ടകൾ എല്ലാം ഇംഗ്ലീഷ് ഹെറിറ്റേജാണ് പരിപാലിച്ചു പോരുന്നത്. ഇതൊക്കെ എനിക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടിയ അറിവാണേ. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ അറിയാമെങ്കിൽ ഒന്ന് പറയണേ. ഏകദേശം 10 മിനിറ്റ് ആയില്ല, ഞങ്ങളിത് കാസിലിൻ്റെ അവിടെ എത്തി കേട്ടോ. വണ്ടിയിലിരിക്കുമ്പോൾ തന്നെ കാണാം, വളരെ വലുതാണ് കാസിൽ. ക്യാമറയിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞങ്ങളിത് വണ്ടി പാർക്ക് ചെയ്യാൻ പോയി. ഇവിടെ പാർക്കിങ്ങിനൊക്കെ പ്രത്യേകം ഫീസുണ്ട്. 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പ്രത്യേകം ഫീസുണ്ട്. പുറത്തിറങ്ങി ഇത് കാണുമ്പോഴാണ് വളരെ വലിയൊരു കോട്ടയാണ്. അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. ഇതാട്ടോ ആ കാസിൽ മൂലയിൽ പണിതിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ 2 പേര് ഇതേ ബോട്ടും വലിച്ചുകൊണ്ട് പോകണമുണ്ട്. പിന്നെ ഞങ്ങൾ അകത്തേക്ക് കയറാൻ നിന്നില്ല. ആദ്യം ചുറ്റുപാട്ടമൊക്കെ ഒന്ന് കാണാം, എന്നിട്ട് അകത്തേക്ക് കയറാമെന്ന് ഓർത്തു. അതിൻ്റെ ഒരു സൈഡിൽ വന്നപ്പോഴാണ് കണ്ടത് വിശാലമായ സ്ഥലം. കോട്ടയുടെ ഒരു സൈഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് ദൂരെ വരെ കാണാം. കൊച്ചിനൊക്കെ ഓടിക്കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഇത് കോട്ടയുടെ ബാക്ക് സൈഡാണ്. ഇവിടെ അത്യാവശ്യം പുല്ലൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നുണ്ട്. എന്നാലും കൊച്ചിനൊക്കെ ഓടിക്കളിക്കാൻ നല്ല സ്ഥലമാണ്. കുഞ്ഞു കിട്ടിയ സമയം നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ അല്ലേ ഇങ്ങനെ പുറത്തൊക്കെ പോകാൻ പറ്റുന്നുള്ളൂ. ഫുൾ ടൈം വീട്ടിൽ തന്നെയല്ലേ. അവിടെ ഒരു കസേര കയറി ഇരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളും കൂടെ പോയിരുന്നു. എവിടെ ചെന്നാലും അതെ, എവിടെയെങ്കിലും ഒരു ഡോഗ്സൊക്കെ കുഞ്ഞിനെ കളിക്കാൻ കൂടെ കാണുമേ. ഇപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ നടത്തിക്കാൻ കൊണ്ടുവന്നതാണ്. കുഞ്ഞിനെ കണ്ട വഴി ഓടി വന്നു. കുഞ്ഞിനതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളിത് ബാക്കിൽ നിന്ന് ഇങ്ങനൊരു വഴിയും ഇങ്ങനൊരു അടയാളമൊക്കെ കടിച്ചങ്ങനെ. അപ്പോൾ ആ വഴി ഒന്ന് ചുമ്മാ ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചു. ഇത് കണ്ടപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഇടവഴിയൊക്കെ പോലെ തോന്നണല്ലേ. കണ്ടോ, 2 സൈഡിലേക്ക് നോക്കി ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഇടവഴികൾ നമ്മുടെ നാട്ടിലില്ലേ. ചുമ്മാ ഇതിലേക്കൊന്ന് പോയി നോക്കിയതാട്ടോ. ഇച്ചിരി റിസ്ക് ഏരിയ ആയിരിക്കും. എന്നാലും ഇതിലിങ്ങനെ വളഞ്ഞു തിരിഞ്ഞത് കോട്ടയുടെ ഇപ്പുറ സൈഡിൽ തന്നെ വന്നിരുന്നു. ഇത് കോട്ടയുടെ വേറൊരു സൈഡാണേ. അപ്പോൾ ഞങ്ങളിത് മൊത്തത്തിൽ ഇങ്ങനെ ഇരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടോ ചെറിയ ചെറിയ കല്ലുകൾ, ഇങ്ങനത്തെ ചെറിയ ചെറിയ കല്ലുകൾ വെച്ചാണ് ഇത്രയും വലിയ കോട്ട പണിഞ്ഞേക്കണേ. ഉണ്ടോ, നല്ല മിനുസമുള്ള കല്ലുകളാണ്. ഇത് എന്ത് തരം കല്ലാന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഇവിടെ എല്ലാം മിക്ക വീടുകൾക്ക് ഈ സാധനം കാണുന്നുണ്ട്. ഇതേ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇപ്പുറ സൈഡിൽ ഫ്രണ്ട് സൈഡിൽ വന്നു കേട്ടോ. ഞങ്ങളങ്ങനെ നേരെ കോട്ടയ്ക്ക് ഉള്ളിലേക്ക് പ്രവേശിച്ച്. കുഞ്ഞു മുമ്പേ ഓടിയിട്ടുണ്ട്. കോട്ടയ്ക്ക് പുറത്തായിട്ട് ഇംഗ്ലീഷ് ഹെറിറ്റേജിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ, എത്രയോ വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ പോകാൻ പറ്റുന്നത് തന്നെ വളരെ ഭാഗ്യം. അകത്തേക്ക് എന്ന് കഴിയുമ്പോൾ തന്നെ ഇത് വളരെ വലിയൊരു ഗ്രൗണ്ടാണ്. ഇടത് സൈഡിൽ കാസിൽ കാണാം. വലത് സൈഡിലായിട്ട് ചെറിയൊരു ടീ ഷോപ്പുണ്ട്. അവിടെ ആൾക്കാരിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അത്യാവശ്യം ആൾക്കാരെല്ലാം പിക്നിക്കിന് വരുന്നൊക്കെ സ്ഥലമാണ്. ഇതിൻ്റെ അകത്തേക്ക് ഡോഗ്സിനെയും കൊണ്ടൊന്നും വരാൻ പറ്റില്ല കേട്ടോ. കുട്ടികളൊക്കെ ആയിട്ട് ഓടിക്കളിക്കാനും പലരും ഈ പിക്നിക്കിനൊക്കെ വന്ന് ഇടയ്ക്ക് വന്ന് ഫുഡൊക്കെ കഴിച്ച് ചെറിയൊരു സ്പേസ് ഉണ്ടാക്കി അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യുകയാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ടിൽ അപ്പുറം ഇപ്പുറമായിട്ട് ഒരു കുഴി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അവിടെ വെള്ളം നിറച്ചിടണമെന്ന് തോന്നുന്നു. നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ വെള്ളം നിറച്ചിട്ടേക്കണം. കണ്ടോ, വെള്ളം കാണാം. അങ്ങനെ ഞങ്ങൾ എന്തായാലും കാസിലിനുള്ളിലേക്ക് ഒന്ന് കയറിപ്പോയേക്കാന്ന് വെച്ചു.
കാസിലിൻ്റെ അകത്ത് ആണ് കയറുന്നതിന് പൈസ കൊടുക്കണം കേട്ടോ. ഇവിടെ ഏതാണ്ട് ഒരാൾക്ക് 11 പൗണ്ട്, ഏതാണ്ട് 1100 രൂപയോളം വെച്ച് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നതാണ് കേട്ടത്. എന്നാൽ ഇത്രയുടെ വന്നിട്ട് അതിൻ്റെ അകത്ത് കയറാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞങ്ങളൊന്ന് അതിൻ്റെ അകത്തൊക്കെ ഒന്ന് പോയി എല്ലാം അവിടെ ഒന്ന് കാണാമെന്ന് വെച്ചു. കാസിലിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് ഒരു ഷോപ്പിലേക്കാട്ടോ. ഇതിലൂടെ മാത്രമേ നമുക്ക് കാസിലിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റും എടുക്കേണ്ടത്. അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ പഴയ ഒരു കോട്ട, കാസിലിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം എല്ലാം പഴയ പോലെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിലും കുറച്ചധികം ഭാഗങ്ങൾ പൊളിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് കയറി ചെല്ലുമ്പോൾ ഇങ്ങനെയാണ്. ഇവിടെ തന്നെ നടുക്കായിട്ടൊരു കിണർ കാണാം. ഇതില്ല, ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെള്ളമൊന്നുമില്ല, പക്ഷേ കുറേ നാണയത്തൊട്ടുകളൊക്കെ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. പഴയ ആൾക്കാർ നമ്മളെവിടെ കിണർ കണ്ടാലും നാണയത്തൊട്ടുകൾ ഇടുമല്ലോ, അങ്ങനെയുണ്ട്. ഈ ഫോട്ടോ കണ്ടോ, ഇതുപോലെ ഇരുന്ന സ്ഥലമാണ് ഇവിടെ. ഇത്ര മാറിപ്പോയി നോക്കി. ഇത് കണ്ടോ, ഇതൊരു അടുക്കളയായിരുന്നു. അത് കണ്ടോ, ഇതിൻ്റെ രൂപം കണ്ടോ, ഇപ്പോഴത്തെ രൂപം 700 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെന്ന് പറഞ്ഞു. കുറേ അധികം ഇതിനകത്ത് തകർന്നു പോയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഓരോ സൈഡും മേളിലേക്ക് നോക്കുമ്പോഴൊക്കെ നമുക്ക് ആ പഴയ ഒരു 1300 കാലഘട്ടങ്ങളിലൊക്കെ പണിതതാണെന്ന് കാണുമ്പോൾ തന്നെ ഒരു വലിയൊരു ആശ്ചര്യം ഉളവാക്കുന്നൊരു കാര്യമാണ് കേട്ടോ. കാരണം ഇത്രയും പഴയ കാലത്ത് തന്നെ ഇങ്ങനെയൊരു നിർമ്മിതി എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു വലിയ കാര്യമാണ്. നമുക്കൊക്കെ ഇതിപ്പോഴും കാണാൻ സാധിക്കുന്നല്ലോ നോക്കുമ്പോൾ ഒരു സന്തോഷം. ഇതിൻ്റെ തന്നെ ഒരു സൈഡിലായിട്ടൊരു ഗോപുരമുണ്ട് കേട്ടോ. ഏതാണ്ട് 4 നിലയോളം ഉണ്ട് ആ ഗോപുരം. അതിൻ്റെ അകത്ത് കുറേ ഇടത്തൊക്കെ വീഡിയോ എടുക്കുന്നതിന് റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അധികം അങ്ങോട്ട് വീഡിയോ എടുക്കുന്നില്ല. ഇതാട്ടോ ഈ ഗോപുരത്തിൻ്റെ ഫസ്റ്റ് ഫ്ലോറ്. ഇത് ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാൻ തന്നെ ഇല്ല. പക്ഷേ നമുക്ക് ഇതിൻ്റെ ആ ഭിത്തിയുടെയൊക്കെ കട്ടി കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഏകദേശം വലിപ്പം. മേളിലൊക്കെ മച്ചാട്ടോ ഇട്ടിരിക്കുന്നത്. മച്ച്, നമ്മുടെ നാട്ടിലെ മച്ച് പോലെ തടിയും കൊണ്ട് മച്ച് പണിതിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതുണ്ടോ, അത് ഈ ജനൽ കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ ഒരു കട്ടി. 3 സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം കയറി ചെല്ലാൻ. അത്രയും വലിയ കട്ടിക്കുള്ള ഭിത്തി വെച്ച് പണിതിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഫ്ലോറിൽ നിന്ന് മേളിലേക്ക് 2 ഫ്ലോറുണ്ട്. അങ്ങ് റൂഫ് ടോപ്പ് വരെ നമുക്ക് നടന്നു പോകാൻ പറ്റും, അതിനുള്ള ആക്സസ് ഒക്കെ ഉണ്ട്. ബട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ മേളിൽ 2 നിലകളിലായിട്ട് പഴയകാല പെയിൻറ്റിങ്, താഴെ ഒരു നിലയിൽ പഴയ ഇവിടുത്തെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു മ്യൂസിയം. അങ്ങനെ നമുക്ക് അകത്തേക്ക് കയറിയാൽ കാഴ്ച നിറയെ കാണാനുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. അതുണ്ടോ, ഇതുപോലെ ഇടുങ്ങിയ പഴയ 1300 കാലഘട്ടത്തെ ഇടുങ്ങിയ ഒരു സ്റ്റെയർ കേസ് ആട്ടോ ഇതിൽ മൊത്തം. ഇതിപ്പോൾ ഞാനിങ്ങനെ ഓർക്ക് ഇതിൽ പോകുമ്പോൾ 1300 കാലഘട്ടങ്ങളിലൊക്കെ എന്തോരം ആൾക്കാർ ഇതിലേക്കൂടെ സഞ്ചരിച്ചിട്ടുണ്ടാവും. കണ്ടോ, നമുക്കിതിങ്ങനെ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ എല്ലാം താഴെ വന്ന് നിൽക്കുകയുള്ളൂ. അതുപോലത്തെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ്. മുകളിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഏറ്റവും താഴത്തേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത് ഒരു പഴയകാല തിയേറ്ററിൻ്റെ മാതൃകയാണ്. അവിടെ ഡയലോഗുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കതുപോലെ അവിടെ സ്റ്റേജിൽ കയറിയിരുന്ന് അവതരിപ്പിക്കാം. അതിനുവേണ്ട ഡ്രസ്സുകളൊക്കെ ആ സൈഡിൽ പെട്ടിയിലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, ഞങ്ങളും എടുത്തിട്ടൊന്ന് നോക്കി. ഞാൻ മാത്രമല്ല കേട്ടോ, അവരും നോക്കി. സാനിയും കൊച്ചും എല്ലാവരും ഓരോ ഡ്രസ്സ്, അവർക്ക് പാകത്തിനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. രാജാക്കന്മാരൊക്കെ ഇതുപോലെ ഒന്നിനു മേളിൽ ഒന്ന് ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് പണിപ്പെട്ടു കേട്ടോ ഇതൊക്കെ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ 2 പേരും അതെ, ഇതുപോലുള്ള ചാക്ക് പോലത്തെ ഡ്രസ്സുകളൊക്കെ ഇട്ടുകൊണ്ടാണ് അവർ നടന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തേക്ക് പോയി. അവിടെ നിന്നിറങ്ങി നമ്മൾ നേരെ പോയത് ആ കോട്ടയുടെ ഉള്ളിൽ തന്നെയുള്ളൊരു ചർച്ചിലേക്കാണ്. ആ ചർച്ചിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കാണാം 2 സൈഡിലായിട്ട് നിറയെ കല്ലറകളാട്ടോ. ആ കല്ലറകൾക്കൊക്കെ നടുക്കായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ആ പള്ളിയുടെ ഒരു സൈഡിൽ ആയിട്ട് ഒരു ചെറിയ ടീ ഷോപ്പുണ്ട്. പിന്നെ ആളുകൾക്ക് വന്ന് വിശ്രമിക്കാനായിട്ട് അവിടെ ഒരു ചെറിയൊരു കൂടാരമൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോയത് ആ കോട്ടയുടെ 2ാമത്തെ എൻട്രൻസ്. ഇതിന് 2 എൻട്രൻസ് ആട്ടോ ഉള്ളത്, ഫ്രണ്ടിലും നേരെ ഓപ്പോസിറ്റായിട്ട് ബാക്ക് സൈഡിലും. അപ്പോൾ ഞങ്ങൾ നേരെ 2ാമത്തെ എൻട്രൻസിലേക്ക് ചെയ്യുന്നു. നമ്മൾ ആദ്യം ഇതിലേ ആട്ടോ സൈഡിൽ കൂടെ നടന്നങ്ങ് പോയത്. അന്നേരം ഇത്രയും വെള്ളമില്ലായിരുന്നു, ഇപ്പോൾ ഇച്ചിരി കൂടി വെള്ളം കൂടിയിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ പോകാൻ തുടങ്ങിയപ്പോഴാണ് അത് ഒരു ലേഡി ഒരു നായനെയും കൊണ്ട് അതിനെ നടത്തിക്കാനായിട്ട് വന്നത്. കുഞ്ഞുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ കുഞ്ഞു ഓടി അങ്ങോട്ട് ചെന്നു. അപ്പോൾ ലേഡി അതിന് ബോളൊക്കെ എറിഞ്ഞ് കാണിച്ചു കൊടുത്തു. വെള്ളത്തിലേക്ക് ഇങ്ങനെ ബോൾ എറിഞ്ഞ് കഴിയുമ്പോൾ അത് പോയി എടുത്തുകൊണ്ട് വരും, നീന്തിപ്പോയി എടുത്തുകൊണ്ട് വരും. കുഞ്ഞുവിനതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. ആ ലേഡിക്കും വളരെ സന്തോഷമായി കേട്ടോ.
ഞങ്ങളിങ്ങനെ അപ്പം ഞങ്ങൾക്ക് വേണ്ടി 2-3 പ്രാവശ്യം ഇങ്ങനെ എറിഞ്ഞ് കാണിച്ചു തരുമൊക്കെ ചെയ്തു. അതിങ്ങനെ 2 ഡോഗ് ഉണ്ട് കേട്ടോ അവരുടെ കൂടെ. പിന്നെ ഞങ്ങൾ നേരെ വണ്ടിയിലേക്ക് തിരിച്ചു പോന്നു. അപ്പോൾ കുഞ്ഞു ഇന്ന് വന്ന സ്ഥലം ഇഷ്ടപ്പെട്ടോ? നല്ല സ്ഥലമാണോ? നല്ല സ്ഥലമാണെന്ന് പറഞ്ഞേ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ശരി, എന്നാൽ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബായ്. കുഞ്ഞു ബായ് കൊടുക്ക്. ഹായ്.